അങ്ങനെ നമ്മൾ ഷാർജയിൽ ലാൻഡ് ചെയ്തു. അവിടെ നമുക്ക് വേണ്ടി ബസ് വെയിറ്റിംഗ് ആയിരുന്നു. ബസ്സിൽ കയറിയിട്ട് ബർദുബായിലുള്ള റാവീസിലേക്ക് പോയി. നമ്മുടെ ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് റാവീസിലേക്കാണ്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. ഞാനും വിഷ്ണു ബ്രോയും പ്രയാഗും കൂടെ ആയിരുന്നു ഒരുമിച്ച് സ്റ്റേ. അടിപൊളി റൂമായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും രാജകുമാരി ഗ്രൂപ്പ് നല്ല അടിപൊളി ഒരു കൊട്ട നിറയെ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഞാൻ അപ്പോൾ തന്നെ ഇരുന്ന് കഴിച്ചു. എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കൊള്ളില്ലെന്നല്ല പറയുന്നത്, എങ്കിലും അവിടുത്തെ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണോ എന്തോ ആ ഒരു ക്രിസ്പ്നെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തി. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ബൊഫെ ആയിരുന്നു. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. സമൂസ, ചിക്കൻ കൊണ്ടാട്ടം, അതുപോലെ തന്നെ കല്ലപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പാസ്ത, അങ്ങനെ ഉപ്പുമാവ്, അതൊക്കെ കഴിച്ചു. നല്ല വയറ് നിറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ്. നമ്മുടെ കേരള ഫുഡും ഉണ്ടായിരുന്നു. അതുപോലെ ഡെസേർട്ട്സൊക്കെ വന്നിട്ട് ദുബായിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് സ്ലൈസ് ചെയ്തതും ചിക്കൻ സ്ലൈസ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അതും മയോണൈസും ഹമ്മൂസും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടിയും കൂടെ പിടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ സൈറ്റ് സീയിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. സൈറ്റ് സീയിങ്ങിന് ആദ്യം നമ്മൾ പോയത് ദുബായ് മാളിലാണ് കേട്ടോ. ദുബായ് മാളിൽ നമ്മുടെ ബുർജ് ഖലീഫയാണ് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ. സത്യത്തിൽ ബുർജ് ഖലീഫയുടെ ടോപ്പിലൊക്കെ എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊക്കെ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു ലോഡ് ആൾക്കാരുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ദുബായിലുള്ളത്. രാജകുമാരി ഗ്രൂപ്പിൻ്റെ 2025 പൊന്നോണം പറന്നോണം ഭാഗം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൻ്റെ സ്പീഡാണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊരു സ്പീഡാണെന്ന് നോക്കിയേ. കണ്ണടച്ച് തുറക്കും മുമ്പാണ് ലിഫ്റ്റ് ടോപ്പിലെത്തുന്നത്. ഇത് ലിഫ്റ്റിനകത്തൊരു കാഴ്ചയാണ്. അടിപൊളിയായിരുന്നു. പിന്നെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ നിങ്ങളിതാ കണ്ടു നോക്കും. ഞാൻ പറയാതെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വ്ളോഗ് സ്റ്റാർ വിഷ്ണു ബ്രോയും അതുപോലെ തന്നെ ലക്കി ഡ്രോ വിന്നേഴ്സും കൂടി അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല, അടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് താഴെ എത്തിയിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് നോക്കി. അപ്പോൾ സത്യത്തിൽ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നോക്കുമ്പോഴേ സത്യം ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് ബക്ലാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബക്ലാവ് നല്ല ടേസ്റ്റായിരുന്നു. അത് രാജകുമാരി വീട്ടമ്മയാണോ? അതെ, ഒരു വീട്ടമ്മ ഇന്ന് ദുബായിൽ ബുർജ് ഖലീഫ കണ്ടിട്ട് ഇറങ്ങുകയാണ് രാജകുമാരി ഗ്രൂപ്പിനോടൊപ്പം അല്ലേ? തീർച്ചയായിട്ടും സന്തോഷമല്ലേ? സന്തോഷം, വെരി ഹാപ്പി. ആ മുഖം കണ്ടാലും കണ്ണ് കണ്ടാലും അത് അറിയാൻ പറ്റും. ഓക്കെ.